നെക്സ്റ്റ് മൊഡ്യൂൾ 2-നകത്ത് എമർജൻസ് ഓഫ് തേർഡ് വേൾഡ് കൺട്രീസ്, ഗ്രോത്ത് ആൻഡ് റോൾ, നേച്ചർ ആൻഡ് കോൺസെപ്റ്റ്, ഇമ്പാക്ട് ഓഫ് തേർഡ് വേൾഡ് വാർ, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇനി എന്താണ് തേർഡ് വേൾഡ് കൺട്രീസ്? ഈ തേർഡ് വേൾഡ് എന്നുള്ള ടേം ഒറിജിനേറ്റ് ചെയ്തത് കോൾഡ് വാറിന്റെ സമയത്താണ്. അതായത് കോൾഡ് വാറിന്റെ സമയത്ത് ഉണ്ടായിരുന്ന കൺട്രീസ് ഈ നാറ്റോയിലും കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിലും ഇല്ലാതിരുന്ന കൺട്രീസിനെയാണ് നമ്മൾ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത്. മെനി തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത് കൊളോണിയൽ റൂളിൽ നിന്നാണ് അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്, ഏകദേശം മിഡ് 20th സെഞ്ചുറി ഒക്കെ ആയപ്പോഴത്തേക്ക്. പിന്നെ ഡീകോളനൈസേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇങ്ങനെയുള്ള നേഷൻസിൽ ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിക്ക് വഴിയൊരുക്കുകയും ആൻഡ് ഈ വീക്ക് ഗവർണൻസ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും മിക്കവാറും ഉള്ള തേർഡ് വേൾഡ് കൺട്രീസിന് പതനത്തിന് കാരണമായത്. ആൻഡ് എക്കണോമിക് അണ്ടർ ഡെവലപ്മെന്റ് ആയിരിക്കും കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് തേർഡ് വേൾഡ് കൺട്രീസിൽ. ബിക്കോസ് എന്തുകൊണ്ടാണ് ഇവരെ കൊളോണിയൽ റൂളിന്റെ കീഴിലായിരുന്നല്ലോ. സോ ബിക്കോസ് ദേ വർ എക്സ്പ്ലോയിറ്റഡ് ഇൻ ടേംസ് ഓഫ് എക്കണോമിക്കൽ, അല്ലെങ്കിൽ ആ ഒരു ടേംസിൽ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ചൂഷണം ആയതുകൊണ്ട് ആ പാസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഇപ്പോഴും അവരെ നല്ല രീതിയിൽ അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എക്കണോമിക്കലി അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് ഈ തേർഡ് വേൾഡ് കൺട്രീസ് നിൽക്കുന്നത്. ആൻഡ് മെനി ഓഫ് ദീസ് നേഷൻസ് എന്ന് പറയുന്നത് സ്റ്റിൽ അഗ്രികൾച്ചറൽ എക്കോണമീസ് ആണ്. അവർക്ക് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് വളരെ മിനിമം ആണ്. ഇനി സെൽഫ് സഫിഷ്യൻസിയിൽ അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിരിക്കും ഈ കൺട്രീസ്. ആൻഡ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? മോഡേണൈസേഷനും അതുപോലെ തന്നെ ഈ സെൽഫ് സഫിഷ്യൻസിക്ക് വേണ്ടിയുള്ള സ്ട്രഗിൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഈ തേർഡ് വേൾഡ് കൺട്രീസിൽ എന്ന് പറയുന്നത്. പിന്നെ ഈ തേർഡ് വേൾഡ് എക്കോണമീസിൽ കുറച്ചെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ എയ്ഡ്, ഇവർക്ക് ഫോറിൻ ഹെൽപ്പ് കിട്ടുന്നത് കൊണ്ടാണ് ഇവർക്ക് കുറച്ചെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഒക്കെ വേരിയസ് ആയിരിക്കും. ചില നേഷൻസ് സോഷ്യലിസം അഡോപ്റ്റ് ചെയ്തു, ചിലർ ക്യാപിറ്റലിസം അഡോപ്റ്റ് ചെയ്തു. റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കൺട്രീസിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റിസോഴ്സസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പോവർട്ടി ഭയങ്കരമായിട്ട് കാണും. എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും ഒക്കെ മിക്കവാറും ഉള്ള ഈ ന്യൂലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള തേർഡ് വേൾഡ് കൺട്രീസിലൊക്കെ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. കോൺഫ്ലിക്റ്റുകളും പല രീതിയിലുള്ള സിവിൽ വാറുകളും അല്ലെങ്കിൽ ഈ എത്നിക് ടെൻഷൻസ്, ഡിവിഷൻസ്, അതൊക്കെ ഇങ്ങനെയുള്ള കൺട്രീസിൽ സർവ്വസാധാരണമായിരിക്കും. നോൺ അലൈൻഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ NAM എന്ന് പറയുന്നത് ഈ തേർഡ് വേൾഡ് കൺട്രീസിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. എക്കണോമിക് റിഫോംസും ഗ്ലോബലൈസേഷനും ഒക്കെ ഗ്രാജുവലി ഇങ്ങനെയുള്ള തേർഡ് വേൾഡ് നേഷൻസിന്റെ ഒക്കെ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ചില തേർഡ് വേൾഡ് കൺട്രീസ് എക്കോണമീസ്, അതായത് ഇന്ത്യ അല്ലെങ്കിൽ ബ്രസീൽ പോലെയുള്ള തേർഡ് വേൾഡ് കൺട്രീസിലൊക്കെ എക്കോണമീസ് പതുക്കെ ഡെവലപ്ഡ് ആയി വരുന്നുണ്ട്. ഈ തേർഡ് വേൾഡ് എന്നുള്ള ടേം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അവരെ നമ്മളിപ്പോൾ വിളിക്കുന്ന പേര് ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്ത് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് വേൾഡ് കൺട്രീസിന്റെ ഗ്രോത്തും അതിന്റെ റോളും എന്താണ്? അപ്പോൾ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് വെച്ചാൽ സിഗ്നിഫിക്കന്റ്. അപ്പോൾ തേർഡ് വേൾഡ് കൺട്രീസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഫ്രം കൊളോണിയൽ റൂൾ എന്താണ്? അവർക്ക് എക്കോണമിയിലൊക്കെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അവർ പതുക്കെ എന്താണ് അതിൽ നിന്ന് ബൂസ്റ്റപ്പ് ആയി വരുവാണ്. എക്കണോമിക് ഗ്രോത്ത് പതുക്കെ സിഗ്നിഫിക്കന്റ് ആയിട്ട് കൂടി വരുന്നുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനുമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡെവലപ്പിംഗ് നേഷൻസിനെ, അതായത് തേർഡ് വേൾഡ് നേഷൻസിനെ അവരെ ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻസ് ഒരുപാട് നൽകി GDP ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് FDI ഒക്കെ എക്കണോമിക് എക്സ്പാൻഷനിൽ ഒരുപാട് വൈറ്റൽ റോള് പങ്കുവഹിച്ചിട്ടുണ്ട് ഇവരുടെ ഇങ്ങനെയുള്ള കൺട്രീസിൽ. അതായത് ഫോറിൻ കൺട്രീസ് വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഫോറിൻ കമ്പനീസ് ഒക്കെ വരുന്നതും ഒക്കെ. സെവറൽ തേർഡ് വേൾഡ് കൺട്രീസിന് ഗ്ലോബൽ ട്രേഡിലും മാനുഫാക്ചറിംഗിലും ഒക്കെ ഇപ്പോൾ അവർ നല്ല കീ പ്ലെയേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് മാത്രമല്ല ഇപ്പോൾ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ട്രേഡും കൊമേഴ്സും ഒക്കെ നല്ല രീതിയിൽ ഫ്ലറിഷ്ഡ് ആയിട്ട് വരുന്നുണ്ട്. എഡ്യൂക്കേഷന്റെ എക്സ്പാൻഷനും ഇവരെ ഇങ്ങനെയുള്ള തേർഡ് വേൾഡ് കൺട്രീസിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ റവല്യൂഷനും ടെക്നോളജിക്കൽ ഗ്യാപ്പ്, അതായത് ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിലുള്ള ടെക്നോളജിക്കൽ ഗ്യാപ്പിനെ ഡിജിറ്റൽ റവല്യൂഷനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇത് ഡിഫറൻസസ് ഒക്കെ മാറ്റാൻ വേണ്ടി. പിന്നെ മെനി തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റോ മെറ്റീരിയൽസിനെ നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്ത് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിനെയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കൺട്രി തന്നെ എടുക്കാം. എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷനും എന്താണ് ഇവരെ ഇങ്ങനെയുള്ള കൺട്രീസിനെയൊക്കെ കൂടുതൽ, അതായത് എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഈ റോ മെറ്റീരിയൽസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്ക് പല സോഴ്സസ് വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോറിൻ ഹെൽപ്പ് കിട്ടുന്നുണ്ട്. ഫോറിൻ കമ്പനീസ് വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ ഇവർക്ക് ഇങ്ങനെയുള്ള തേർഡ് വേൾഡ് കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് വളരെ സഹായകമാണ്. പിന്നെ ഇന്റർനാഷണൽ ലേബർ മാർക്കറ്റിങ്ങിലും, അതായത് ആളുകളെ നമ്മൾ വേറെ കൺട്രീസിൽ പോയൊക്കെ ജോലി ചെയ്യുന്നു, വേറെ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള സോഴ്സ് നമുക്ക്, എക്കണോമിക്കൽ സോഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നു. അപ്പോൾ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമ്മൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട് ഇന്റർനാഷണൽ ലേബർ മാർക്കറ്റിലൊക്കെ. പിന്നെ
നമ്മുടെ കൺട്രീസ്, അതായത് ഒരുപാട് ഇങ്ങനെയുള്ള കൺട്രീസൊക്കെ ഗ്ലോബൽ ഫോറംസിൽ, അതായത് ഗ്ലോബൽ ഓർഗനൈസേഷൻസ്, യുണൈറ്റഡ് നേഷനിലും ഒക്കെ ലീഡർഷിപ്പ് റോള് തന്നെ എടുത്തിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് ഇങ്ങനെ നമ്മൾ എൻവയോൺമെന്റൽ ചലഞ്ചസ് ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കൺട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഓയിൽ റിച്ച് റീജിയണിലൊക്കെ അല്ലെങ്കിൽ ഗ്ലോബൽ എനർജി പ്രൊഡക്ഷനൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ദെൻ നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് തേർഡ് വേൾഡ് കൺട്രീസ് ആണ് അടുത്ത. തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ലോ ഇൻകം എക്കോണമീസ് ആയിരിക്കും. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. സോ അവർക്ക് ഹൈ ലെവൽ ഓഫ് പോവർട്ടി, അൺഎംപ്ലോയ്മെന്റും ഭയങ്കരമായിട്ട് കാണും. പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി വേറൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ, ഡെമോക്രാറ്റിക് കൺട്രീസിലൊക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി വരുമ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. പിന്നെ മെനി തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ കറപ്ഷൻ ഒരുപാടുണ്ട്. അത് എക്കണോമിക് ഗ്രോത്തിനെ പിന്നെയും ബാധിക്കും. പിന്നെ എക്കോണമീസ് എന്ന് പറയുന്നത് മെയിൻലി അഗ്രികൾച്ചറിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ മൈനിങ്, അഗ്രികൾച്ചർ, ലോ കോസ്റ്റ് ലേബർ ഇൻഡസ്ട്രീസിലേക്ക് ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് മെനി തേർഡ് വേൾഡ് കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻസ്. സോ അതും ഒരു പ്രശ്നമാണ്. പുവർ ആക്സസ് ടു ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ എക്കണോമിക് ഡിപ്പെൻഡൻസി, വേറെ രാജ്യങ്ങളെയൊക്കെ എക്കണോമിക്കലി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതും പ്രശ്നമാണ്. പിന്നെ റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത്, അതുപോലെ തന്നെ ഈ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ, നാച്ചുറൽ റിസോഴ്സിനെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, സോഷ്യൽ ഇൻഇക്വാളിറ്റി ഉണ്ടാകുന്നത്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ ഇങ്ങനെയുള്ള കൺട്രീസിനെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നോളജി പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പോലെയുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇങ്ങനെയുള്ളവരെ സഹായിക്കുന്നുണ്ട്. ഡെസ്പൈറ്റ് മെനി ചലഞ്ചസ് അവർ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ അവരുടെ ലിവിംഗ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നുണ്ട് ഇങ്ങനെയുള്ള കൺട്രീസിൽ. ഇനി തേർഡ് വേൾഡ് വാറിന്റെ ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തേർഡ് വേൾഡ് വാർ വുഡ് ഹാവ് ഭയങ്കര നല്ല രീതിയിലുള്ള കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാക്കിയേനെ. ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ എല്ലാ രാജ്യങ്ങളും ഒക്കെ വന്നു തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പം ഭയങ്കര മാസ് ഡിസ്ട്രക്ഷനും ലോസ് ഓഫ് ലൈഫും ഒക്കെ കൊണ്ടുവന്നേനെ. എക്കണോമിക് കൊളാപ്സ് ഒക്കെ ആയേനെ. പൊളിറ്റിക്കൽ അലയൻസസും പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇൻസ്റ്റേബിൾ ആയേനെ. പിന്നെ ഗ്ലോബൽ ഫുഡ് സപ്ലൈ ചെയിനും അതെല്ലാം ഈ എസൻഷ്യൽ ഗുഡിൻ്റെയൊക്കെ ഇതൊക്കെ ഷോർട്ടേജ് ആയേനെ. ആളുകൾ ഭയങ്കരമായിട്ട് ഡിസ്പ്ലേസ്ഡ് ആയേനെ. റെഫ്യൂജി ക്രൈസ് ഒക്കെ ഒരുപാട് വന്നേനെ. എൻവയോൺമെന്റൽ ഡാമേജ് വന്നേനെ. ഒരുപാട് നേഷൻസിന്റെ ഫുഡ് ഇൻസെക്യൂരിറ്റി ഒക്കെ വന്നേനെ. അതായത് എസ്പെഷ്യലി ഇത് തേർഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ തേർഡ് വേൾഡ് കൺട്രീസിനായിരിക്കും ഒരുപാട് ബാധിച്ചിരിക്കേണ്ടത്. പക്ഷെ അത് വന്നില്ല. പിന്നെ മിലിറ്ററി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മിലിറ്ററിക്ക് വേണ്ടി പൈസ ഒരുപാട് ചിലവാക്കേണ്ടി വരും. അപ്പോൾ സോഷ്യൽ ഡെവലപ്മെന്റിനുള്ള ഫണ്ടൊക്കെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യേണ്ടി വരും. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് UN ഒക്കെ കൊളാപ്സ് ആയി പോയേനെ. പിന്നെ സൈബർ വാർഫെയർ വന്നേനെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വെച്ചിട്ട് നമ്മൾ വാർഫെയർ ചെയ്തേനെ. ഈ പോസ്റ്റ് വാറിന് ശേഷമുള്ള, അതായത് വാറിന് ശേഷമുള്ള റീബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ ഗ്ലോബൽ എക്കോണമി തന്നെ ഹിറ്റായേനെ. പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസും തേർഡ് വേൾഡ് കൺട്രീസും. ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ലാൻഡ്സ്കേപ്പ് ഓഫ് തേർഡ് വേൾഡ് നേഷനെ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതായത് ഈ ഇന്റർനാഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നുള്ള സഹായമാണ് ഈ തേർഡ് വേൾഡ് കൺട്രീസിനെ ഒരുപാട് സഹായിക്കുന്നത്. പിന്നെ ഫോറിൻ ഹെൽപ്പും ഇവർക്ക് ഒരുപാട് ഡെവലപ്മെന്റിന് സഹായിച്ചിട്ടുണ്ട്. മെനി ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുന്നത് ട്രേഡ് എഗ്രിമെന്റ്സിന് വേണ്ടി സൂപ്പർ പവേഴ്സും, അതായത് ബാക്കിയുള്ള ഡെവലപ്ഡ് കൺട്രീസുമായിട്ടൊക്കെ ട്രേഡ് എഗ്രിമെന്റ്സിൽ ചേർന്ന് അവരെ ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്. ഡിപ്ലോമാറ്റിക് ടൈസ് വേറെ രാജ്യങ്ങളുമായിട്ടുള്ളത്. പിന്നെ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയുള്ള തേർഡ് വേൾഡ് കൺട്രീസ് ഒരു വോയിസ് കൊടുക്കാൻ അവർ സഹായിക്കുന്നുണ്ട്. ചൈന ഒരു ഗ്ലോബൽ പവർ ആയതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഈ ഡെവലപ്പിംഗ് കൺട്രീസിനെ ഡൈനാമിക്സിനെ തന്നെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. മിലിറ്ററി അലയൻസസ് വിത്ത് പവർഫുൾ നേഷൻസ്, അതൊക്കെ നല്ലതാണ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. പിന്നെ എക്കണോമിക് സാങ്ഷൻസ്, തേർഡ് വേൾഡ് കൺട്രീസുമായിട്ടുള്ള എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ, റിലേഷൻസ്, അതൊക്കെ നല്ലതാണ്. ഈ ഗ്ലോബൽ സമ്മിറ്റിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നത്. നമ്മുടെ ലേബർ മാർക്കറ്റ്, അതുപോലെ തന്നെ മൈഗ്രേഷൻ പോളിസീസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് വേൾഡ് കൺട്രീസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ. അപ്പോൾ അത് കുറച്ചും കൂടി റിലീസ്ഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ, കുറച്ചും കൂടി ഫ്രീ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉപകാരപ്രദമായിരിക്കും. നമ്മുടെ ആളുകൾക്ക് വേറെ രാജ്യങ്ങളിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റ്സും ഒക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഡിപ്ലോമാറ്റിക് ടൈസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കൺട്രികളിലൊക്കെ കുറച്ചും കൂടി സഹായകമാക്കി മാറ്റുന്നുണ്ട്. ഇത്രയാണ് മൊഡ്യൂൾ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.